ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, തിരുസഭയുടെ ജന്മദിനമായ പെന്തക്കോസ്ത മഹോത്സവത്തിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും അഭിഷേകവും കൃപാവരവും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിരന്തരം ചൊരിയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ വിജ്ഞാനം നമ്മിലേക്ക് നിറയട്ടെ. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മൾ ശക്തീകരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് നവീകരിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ തയ്യാറാകാം. പെന്തക്കോസ്ത വർഷത്തിലൊരിക്കലാണ് നമ്മൾ കൊണ്ടാടുന്നത് ഈസ്റ്ററിൻ്റെ 50-ാം നാൾ. അത് ഇസ്രയേൽക്കാരുടെ വിളവെടുപ്പ് മഹോത്സവം. അതേപോലെ തന്നെ പിന്നീട് അവർ മോശയ്ക്ക് ദൈവം കൽപ്പന കൊടുത്തതിൻ്റെ ആഘോഷമാക്കി മാറ്റി. പഴയ കൽപ്പന നൽകപ്പെട്ടതിൻ്റെ ആഘോഷമാണ് പഴയ നിയമത്തിലെ പെന്തക്കോസ്ത എങ്കിൽ പുതിയ നിയമത്തിലെ പെന്തക്കോസ്തയിലാണ് പുതിയ നിയമം മനുഷ്യൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടത്. ആത്മാവിലൂടെ അത് എഴുതപ്പെട്ടു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 36-ാമത്തെ അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ നമ്മളത് വായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിളവെടുപ്പ് മഹോത്സവം, സഭയിലെ ആദ്യത്തെ വിളവെടുപ്പ് രൂപത്തിൽ നടന്നത് പെന്തക്കോസ്ത നാളിലാണ്. അന്നാണ് 3000-ഓളം പേര് ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയിലെ അംഗങ്ങളായി മാറിയത്. ആ പെന്തക്കോസ്ത മഹോത്സവം പ്രിയപ്പെട്ടവരെ, അത് മാതാവിനോട് ചേർന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാർ നടത്തിയ ആദ്യത്തെ നൊവേനയുടെ ഫലമാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം 9 ദിവസം അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. 10-ാം ദിവസം ആത്മാവിനാൽ അവർ പൂരിതരായി. സ്വർഗത്തിൽ നിന്ന് കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഒരു വിധത്തിൽ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. തീനാവുകൾ ഓരോ ശിഷ്യരിലേക്കും നിറഞ്ഞു. ദൈവത്തിൻ്റെ വിജ്ഞാനം, ശക്തി നിറഞ്ഞ വചനം ഓരോരുത്തരിലേക്കും വന്നു നിറഞ്ഞു. കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാം സന്തോഷത്താൽ നിറഞ്ഞു, ശക്തിയാൽ നിറഞ്ഞു, ധൈര്യത്താൽ നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവരുണ്ടല്ലോ ഭയപ്പെട്ട് മുറിക്കകത്ത് ഒളിഞ്ഞിരിക്കുക. പെന്തക്കോസ്ത അനുഭവം വന്നു കഴിയുമ്പോഴോ അവർ ആ വാതിലുകൾ മലർക്കെ തുറന്ന് എല്ലാവരും പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നിട്ട് അവർ കർത്താവിനെ പ്രഘോഷിക്കുക. ആ പെന്തക്കോസ്ത നാൾ സംഭവിച്ച കാര്യം എന്താ? പല നാടുകളിൽ നിന്നും വന്ന് പല ഭാഷകൾ സംസാരിക്കുന്നവർ പരസ്പരം മനസ്സിലാക്കി ഒരേ മനസ്സും ഒരേ ഹൃദയങ്ങളായി ഒരുമിച്ച് കൂടുക. പഴയ നിയമത്തിൽ ബാബേൽ ഗോപുരത്തിൻ്റെ കഥ നമുക്കറിയാം. അഹങ്കാരത്തോടെ സ്വർഗം മുട്ടുന്ന ഗോപുരം പണിയുവാൻ ശ്രമിച്ച മനുഷ്യവർഗം, അവർ ഒരേ ഭാഷ സംസാരിച്ചിരുന്നു എന്ന് പറയുക. അതാണ് അവരെ അഹങ്കാരികളാക്കി മാറ്റിയത്. അപ്പോഴേക്കും എന്തു പറ്റി? തകിടം പറഞ്ഞു. പരസ്പരം മനസ്സിലാക്കാനാവാതെ അവർ ചിന്നിച്ചുതിരി എന്ന് പറയുക. ആ ബാബേലിലെ ആ ശാപത്തെ തിരുത്തിയ അനുഭവമാണ്, അനുഗ്രഹത്തിൻ്റെ അനുഭവമാണ് പെന്തക്കോസ്ത. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടവരെല്ലാവരും പല ഭാഷകൾ സംസാരിച്ചിരുന്നവർ, പല നാടുകളിൽ നിന്നും വന്നു ചേർന്നവർ, അവരെല്ലാവരും ഒരുമിച്ച് കൂടി എന്ന് അവിടെ പറയുക. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ സങ്കീർത്തനം, ആ സങ്കീർത്തനം എന്താ പറയുന്നത്? ഈ പ്രപഞ്ചത്തിൽ മുഴുവനും പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്നവനാണ്. ദൈവ സൃഷ്ടികർമ്മം തുടങ്ങിയപ്പോൾ ഉൽപ്പത്തി 1:2 നമ്മൾ വായിക്കും, ദൈവത്തിൻ്റെ ചൈതന്യം അതിൻ്റെ മേൽ വ്യാപരിച്ചു എന്ന് പറയാം. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ദൈവ ചൈതന്യമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിലൂടെയാണ് എല്ലാം നവീകരിക്കപ്പെടുക. കർത്താവെ, അവിടുത്തെ ആത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം നവീകരിക്കണമേ എന്നാണ് നമ്മൾ സങ്കീർത്തനത്തിലൂടെ പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, 2-ാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ ഐക്യത്തെക്കുറിച്ചും പറയും, കൂട്ടായ്മയെക്കുറിച്ച് പറയും. അതോടൊപ്പം ആ വിവിധമായിട്ടുള്ള കഴിവുകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ശുശ്രൂഷകളെക്കുറിച്ചും പറയും. അതെല്ലാം പരിശുദ്ധാത്മാവിലൂടെയാണ് എന്ന് വെളിപ്പെടും. പരിശുദ്ധാത്മാവ്
ഓരോ വ്യക്തിയിലും വരങ്ങൾ നിറയ്ക്കുമ്പോൾ ദൈവികമായ എല്ലാം ചെയ്യാൻ, ഏറ്റവും ഫലവത്തായ എല്ലാം നിവർത്തിക്കാൻ സാധിക്കും എന്ന് അവിടെ വെളിവാക്കപ്പെടുക. കൊരിന്ത്യക്കാർക്കുള്ള ലേഖനത്തിലാണ് 12, 13, 14 അധ്യായങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമ്മളതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ നിറഞ്ഞ ജീവിതമാണ്. അതാണ് ഒരു കരിസ്മാറ്റിക് ജീവിതം, അതാണ് പെന്തക്കോസ്താ ജീവിതം എന്ന് വേണേൽ പറയാം. എന്നിട്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോഴോ അവിടെ ഈശോനാഥൻ, ഉത്ഥിതനായ ഈശോനാഥൻ ശിഷ്യന്മാർക്ക് സമാധാനം ആശംസിച്ചു. എന്നിട്ട് അവരെ അയക്കുക, അവരുടെ ദൗത്യം ഏൽപ്പിക്കുക. എന്നിട്ട് അവരോട് പറയുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറയാണ്. ഉത്ഥിതനായ ഈശോയുടെ ശ്വാസമാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 2:7 വായിക്കും. ആദ്യത്തെ മനുഷ്യനെ ദൈവം ഭൂമിയിലെ പൂഴുകൊണ്ട് മെനഞ്ഞിട്ട് അവൻ്റെ മൂക്കിലേക്ക് നിശ്വസിച്ചു, അപ്പോൾ അവൻ ജീവനുള്ളവനായി മാറി. ദൈവത്തിൻ്റെ ശ്വാസമാണ് പരിശുദ്ധാത്മാവ്. അതാണ് നമുക്ക് ജീവൻ തരിക, ശക്തി തരിക. പ്രിയപ്പെട്ടവരെ, ആ രീതിയിൽ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ പകർന്നു. എന്നിട്ട് അതിൻ്റെ 50-ാം നാളിലാണ് എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരിക. സഭ ആകമാനം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ അവിടെയാണ് പ്രിയപ്പെട്ടവരെ സഭ രൂപം കൊള്ളുന്നതും സഭ വളരാൻ തുടങ്ങിയതും എന്നൊക്കെ പറയാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ പെന്തക്കോസ്താ തിരുനാൾ കൊണ്ടാടുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിലെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ബോധപ്പെടുന്നത് നല്ലതാണ്. നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവനും നവീകരിക്കുന്ന ആത്മാവാണ്. നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവനും ശരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് രൂപപ്പെടുത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ബോധപ്പെടുന്നത് നല്ലതാണ്. ഒന്നാമത്തെ മാറ്റം നമ്മുടെ ബന്ധങ്ങളിലാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലും ഒരു വിധത്തിൽ ബന്ധിപ്പിക്കുന്ന ആത്മാവാണ്. ദ ഗോ ബിറ്റ്വീൻ ഗോഡ്, അതാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിച്ച് ദൈവത്തിൻ്റെ മക്കളാകാൻ നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് എന്ന് റോമർ 8:15 നമ്മൾ വായിക്കും. ഈശോ കർത്താവ് എന്ന് പറഞ്ഞ ഈശോയെ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുപറയാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് എന്ന് 1 കൊരിന്ത്യർ 12:3 നമ്മൾ വായിക്കും. നമ്മളതാണ് ഇന്നത്തെ 2ാമത്തെ വായനയിൽ വായിച്ചു കേട്ടത്. എന്നിട്ടോ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയും. പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ അതിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് എന്ന് പറയും. അപ്പോൾ പരിശുദ്ധ ത്രിത്വം പ്രിയപ്പെട്ടവരെ നമ്മിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അങ്ങനെ ദൈവവുമായിട്ടുള്ള പ്രത്യേക ബന്ധത്തിൽ നമ്മളെ ആക്കുക പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോഴുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന അത് വെറും ചൊല്ലലായി മാറത്തില്ല, അത് വെറും യാചനയായി മാറത്തില്ല, അത് ദൈവസ്തുതിയായി മാറും. മാത്രമല്ല ദൈവത്തോടുള്ള സംഭാഷണമായി മാറും. ദൈവത്തിൻ്റെ അടുത്ത് കുറേ അപേക്ഷകൾ അർപ്പിക്കുന്നതല്ല യഥാർത്ഥ പ്രാർത്ഥന. ദൈവവുമായി നിരന്തര സമ്പർക്കത്തിലായി, സംഭാഷണത്തിലായി, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളരുന്ന അനുഭവമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയോടൊപ്പം നമ്മൾ ബൈബിളിൻ്റെ കാര്യം കൂടെ നോക്കുക പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോഴുണ്ടല്ലോ ബൈബിൾ നമുക്ക് ജീവനേകുന്ന ജീവനുള്ള വചനമായി മാറുക. ജീവിക്കുന്നവൻ നമ്മളോട് സംസാരിക്കുന്ന അനുഭവമാണ് ബൈബിൾ. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അത് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുക. ആ ബൈബിൾ വായിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ എന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം അതായിരിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് ബൈബിൾ വായന. അത് വെറും ഒരു പുസ്തകം വായനയാകില്ല, ഒരു പുരാണം വായിക്കുന്ന പോലെ ആകില്ല. അത് ജീവിക്കുന്ന വചനം. ഇന്ന് എന്നോട് കർത്താവ് പറയുന്ന വചനം, എന്നോട് സ്നേഹം വെളിവാക്കുന്ന, എനിക്ക് ആശ്വാസം പകരുന്ന, എന്നിലേക്ക് അനുഗ്രഹം നിറയ്ക്കുന്ന, എനിക്ക് പ്രത്യാശ തരുന്ന ദൈവത്തിൻ്റെ വചനം, അതാണ് ബൈബിൾ. അതുപോലെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഈ ദിവ്യ കുർബാന അനുഭവം ഉണ്ടല്ലോ, അത് വെറും ഒരു അനുഷ്ഠാനമായി മാറത്തില്ല. അയ്യോ സമയം പോയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കത്തില്ല.
ഉദ്ധിതനെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവമായി മാറും അത്. കുർബാനയുടെ തുടക്കം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെയുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വെളിവാക്കുന്നതാണ് കത്തിക്കപ്പെടുന്ന മെഴുകുതിരി. അത് വെളിവാക്കുന്നതാണ് പശ്ചാത്താപത്തോടെ പാപം ഏറ്റുപറയുന്ന അനുഭവം. അത് വെളിവാക്കുന്നതാണ് ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം. അത് വെളിവാക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കപ്പെടുന്ന പ്രഘോഷിക്കപ്പെടുന്ന അനുഭവം. ആ ആത്മാവിലൂടെയാണ് നമ്മുടെ വിശ്വാസം ഏറ്റുപറയുന്നത്. ആ ആത്മാവിലൂടെയാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കുന്നത്, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്. ആ ആത്മാവിൻ്റെ നിറവിലാണ് ദിവ്യകുർബാനയിലെ പ്രിയപ്പെട്ടവരെ നാം നമ്മെ തന്നെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ ദൈവകരങ്ങളിലേക്ക് അർപ്പിക്കുന്നത്. ആ ദിവ്യകുർബാനയിലാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് 2 എപ്പിക്ലേസിസ് ഉള്ളത്. ഒന്ന് കൂദാശകർമ്മത്തിന് മുമ്പ്, അത് അപ്പത്തിലും വീഞ്ഞിലും നിറയുവാൻ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുന്ന അനുഭവമാണ് ആ എപ്പിക്ലേസിസ്. അങ്ങനെയാണ് ആ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നത്. കൂദാശകർമ്മം കഴിയുമ്പോഴോ വീണ്ടും ഒരു എപ്പിക്ലേസിസ് കൂടെ ഉണ്ട്. ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഈ ദിവ്യകുർബാന ഉൾക്കൊള്ളുന്ന നമ്മിൽ നിറഞ്ഞ് നമ്മളെ ദൈവമക്കളാക്കുന്ന ഈശോയുടെ യഥാർത്ഥ ശരീരവും രക്തവുമാക്കി മാറ്റുന്ന ആ ഒരു അനുഭവം ദിവ്യകുർബാന. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദിവ്യകുർബാനയിലെ സമർപ്പണം, ആരാധന, ബലിയർപ്പണം, അപ്പം മുറിക്കൽ കർമ്മം, ദിവ്യകുർബാന സ്വീകരണ കർമ്മം, അതെല്ലാം അവിടെ എല്ലാം ആത്മാവിൻ്റെ നിറവനുഭവിക്കുക. അവസാനം ആത്മാവിൻ്റെ നിറവിലാണ് പ്രിയപ്പെട്ടവരെ ദിവ്യകുർബാന കഴിയുമ്പോഴും നമ്മൾ അയക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ അയക്കുന്ന ആത്മാവാണ്, പ്രേക്ഷിതത്വത്തിൻ്റെ ആത്മാവാണ്, നമ്മളെ മിഷണർമാരാക്കുന്ന ആത്മാവാണ്. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റിക്കൊണ്ട് ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടി നമ്മളെ സജ്ജരാക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ കൂദാശകളിലൂടെ, നമ്മുടെ കൂട്ടായ്മകളിലൂടെ, ബൈബിൾ പഠനത്തിലൂടെ, ദാനധർമ്മത്തിലൂടെ, ശുശ്രൂഷകളിലൂടെ എല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മാവിൻ്റെ നിറവ് അനുഭവിക്കുകയും പകരുകയും ചെയ്യുക. ഒരു ക്രൈസ്തവൻ ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കേണ്ട ആളാണ്. പരിശുദ്ധാത്മാവിനാൽ നിരന്തരം പൂരിതരായി ദൈവസ്നേഹം നുകർന്ന്, ഞാൻ ദൈവത്താൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവളാണെന്നുള്ള ബോധ്യത്തോടെ ആ ദൈവത്തിൻ്റെ സ്നേഹം പകർന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ട് ലക്ഷ്യബോധത്തോടെ ദൈവരാജ്യ അനുഭവത്തിലേക്ക് മുന്നേറാൻ തയ്യാറാകുമ്പോൾ അവിടെയാണ് നമ്മൾ യഥാർത്ഥ ക്രൈസ്തവരാവുക. അവിടെയാണ് പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തനം വരുന്നത്. ഇന്ന് പെന്തക്കോസ്ത തിരുനാൾ കൊണ്ടാടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ നിറവ് അനുഭവിക്കുവാൻ നാം എന്തു ചെയ്യണം? നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ബോധപ്പെടണം. കുറ്റബോധം കൊള്ളുമല്ല, പശ്ചാത്തപിച്ച് ഏറ്റുപറയുവാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ വിഷമതകളിൽ ആശ്വാസം കണ്ടെത്താൻ നാം ശ്രദ്ധ വയ്ക്കണം. കർത്താവിൻ്റെ മുറിവ് കാണുമ്പോഴും കർത്താവിനെ കണ്ട് സന്തോഷിക്കുന്നവരായി നമ്മൾ മാറണം. പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മിൽ നിറയട്ടെ, നിരന്തരം നമ്മളെ പ്രചോദിപ്പിക്കട്ടെ, നിരന്തരം നമ്മളെ നയിക്കട്ടെ, നിരന്തരം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ എന്നും പ്രാപ്തരാക്കട്ടെ. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ എപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകട്ടെ. ഏവർക്കും ഈ പെന്തക്കോസ്ത മഹോത്സവത്തിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റവും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.